നോക്കേണ്ടത് മീഡിയൻ ആണ്. ഓക്കെ, മീഡിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡേറ്റ സെറ്റ് ഉണ്ട്, കുറെ വാല്യൂസ് ഉണ്ട്, x1 x2 x3 അങ്ങനെ കുറെ വാല്യൂസ് ഉണ്ട്. അത് ഇങ്ങനെ ഒരു വലിയ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അതിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് മാറ്റുന്ന ഒരു മിഡിൽ പോയിന്റ് ഉണ്ട്. ആ മിഡിൽ പോയിന്റിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അൺഗ്രൂപ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഡേറ്റ, ഇപ്പൊ വെറുതെ കുറെ നമ്പേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് അൺഗ്രൂപ്ഡ് ഡേറ്റ. അപ്പൊ കുറെ പോയിന്റ്സ് വെറുതെ തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മീഡിയൻ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ അതിനൊരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓർഡേർഡ് സീരീസ്. എന്നിട്ട് അതിന്റെ നടുക്കുള്ള വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കും. അപ്പൊ ഓർഡറിലാക്കുക, എന്നിട്ട് അതിന്റെ നടുക്കത്തെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇൻ കേസ് നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ നടുക്ക് രണ്ട് വാല്യൂസ് വരണം. ഇപ്പൊ 2 4 6 8 10 ഇവിടെ നോക്കിക്കേ, 1 2 3 4 5. അപ്പൊ ഇതിന്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇനി സപ്പോസ് ഇതിന്റെ കൂടെ 12ഉം കൂടെ വന്നു, അപ്പൊ നോക്കിയാൽ മിഡിൽ രണ്ട് വാല്യൂസ് ഉണ്ട്. എങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവരുടെ മീൻ എടുക്കും, ആവറേജ് എടുക്കും. അതായത് ഇവരുടെ സം എടുത്തിട്ട് 6 + 8 എടുത്തിട്ട് ഡിവൈഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്, 2, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് 14/2 = 7 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് വന്നാൽ, ഈവൻ ഒബ്സർവേഷൻസ് വന്നാൽ, ഓഡ് ഒബ്സർവേഷൻസ് വന്നാൽ ആ നടുക്കുള്ള നമ്പർ മാത്രം എടുത്തങ്ങ് എഴുതിയാൽ മതി. ഇനി ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് വരുവാണെങ്കിൽ വാല്യൂ കറസ്പോണ്ടിങ് ടു ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2. ഇപ്പൊ ഡിസ്ക്രീറ്റ് സീരീസ് നമ്മൾ നോക്കിയതാണ് അല്ലെ, എക്സ് എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കുറെ വാല്യൂസ് വന്നിട്ടുണ്ടാവും അല്ലെ, x1 x2 x3 3 10 4 ഇങ്ങനെ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വാല്യൂ കറസ്പോണ്ടിങ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കും. ഇപ്പൊ 3 13 17 ഇങ്ങനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിട്ട് ദ വാല്യൂ കറസ്പോണ്ടിങ് ടു ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2. n എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി ആണ്. n = ടോട്ടൽ ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി എത്രയാ, 17. 17/2 ചെയ്യുന്നത് എത്രയാ, 16 8.5 വരും അല്ലെ. അപ്പൊ ഈ 8.5 ആണ് നമ്മുടെ കിട്ടിയ വാല്യൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതെങ്ങനെ നോക്കും, ദ വാല്യൂ കറസ്പോണ്ടിങ് ടു ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2, 8.5 തൊട്ട് മേളിൽ നിൽക്കുന്ന. ആക്ച്വലി ഇത് ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇപ്പൊ ഇതിൽ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു ഡേറ്റ ഇട്ട് എഴുതിയോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. ഓക്കെ, അപ്പൊ 8.5 എവിടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്, 0 ഇതെന്ന് പറഞ്ഞാൽ 3 വരെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ 3ൽ വരത്തില്ല. 3 to 13 ഇടയ്ക്കാണ് നമ്മൾ എന്ത് വന്നിട്ടുള്ളത്, 8.5 വരുന്നത്. അപ്പൊ ഇത് വരുന്നത് ഏതാണ്, 8.5 3ക്ക് 13 ഇടയ്ക്കാണ്. അപ്പൊ അതിന് 8.5ന് മേളിൽ വരുന്നത് 13 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. മീഡിയൻ വാല്യൂ ഇവിടെയാണ് ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡിസ്ക്രീറ്റിന്റെ കേസിൽ. ഇനി കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മൾ ക്ലാസ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ വന്നില്ലേ, 0 to 10 10 to 20 അങ്ങനെ തരുന്നതിൽ നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അതാണ് ഇത്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. L + h/f × n/2 - c. ഇതിൽ L എന്ന് പറയുന്നത് മീഡിയൻ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് h എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വിട്ട് ഉണ്ടാവില്ലേ, ഇപ്പൊ ഈ ക്ലാസ്സിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഇല്ലേ, ഇപ്പൊ 0 to 10 എന്ന് പറയുമ്പോൾ 10 ആണ് അതിന്റെ ഗ്യാപ്പ്, അതാണ് h എന്ന് പറയുന്നത്. ഫ്രീക്വൻസി f എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ഫ്രീക്വൻസി ഓഫ് ദി മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസിന്റെ ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കുന്ന നമ്മൾ നേരത്തെ ഈ ചെയ്തില്ലേ, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തിട്ട് n/2 വരുന്നില്ലേ, ആ വരുന്ന അത് ഇൻക്ലൂഡ് ആകുന്ന ആ ഒരു ക്ലാസ്സിനാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. ദ ക്ലാസ് കറസ്പോണ്ടിങ് ടു ദ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ജസ്റ്റ് ഗ്രേറ്റർ ദാൻ n/2 ആണ്. n/2ന് കാരണം തൊട്ട് മേളിൽ നിൽക്കുന്നത്, അതിനെയും കൂടെ ഉൾക്കൊള്ളിക്കുന്ന ക്ലാസ് ഏതാണോ അതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് മീഡിയൻ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ഓക്കെ, n/2 എന്ന് പറയുമ്പോഴത്തേക്കും n എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്, c എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ഇക്വേഷൻ ഒക്കെ. ഓക്കെ, ഇത് അരിത്തമെറ്റിക് മീനായി, മീഡിയനായി. ഇനി മോഡാണ്. മോഡ് എന്താണ്, നമുക്കൊരു ഡേറ്റ സെറ്റ് തന്നിട്ടുണ്ട്. ആ ഡേറ്റ സെറ്റിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആകുന്ന വാല്യൂവിനാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 3 5 3 9 2 11 2 4 2 8 1. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയ വാല്യൂ ഏതാണ്, 2 ആണ് അല്ലെ. 1 2 3
നാല് തവണ റിപ്പീറ്റ് ആയി. 3 ആണെങ്കിൽ 2 തവണ റിപ്പീറ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കാരണം ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ആർക്കാണ്? 2 അല്ലെ. അപ്പൊ 2 ആണ് നമ്മുടെ മോഡായിട്ട് വരുന്നത്. സോ മോഡ് ഇസ് ഈക്വൽ ടു 2. ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ടുള്ള വാല്യൂവിനാണ് നമ്മൾ മോഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മോഡ് കണ്ടുപിടിക്കാൻ ഒരു റിലേഷൻ ഉണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡേറ്റ നമുക്ക് കുറെ പോയിന്റ്സ് ഉണ്ടാവില്ല, എക്സും വൈയും കുറെ പോയിന്റ്സ്, എക്സ് വൈ എന്നല്ല, എക്സിന്റെ കുറെ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ നമ്മളിപ്പോ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ബെൽ ഷേപ്ഡ് കർവ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഈ പോയിന്റിൽ സിമെട്രിക്കൽ ആണ്. ഓക്കെ, സിമെട്രിക്കൽ ആണ്. ഈ കേസിൽ വരുമ്പോ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും, ആൻഡ് അത് ഈ പോയിന്റിലായിരിക്കും വരുന്നത്. പക്ഷെ എല്ലാ കേസിലും ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരണമെന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഡീവിയേഷൻ വന്നിട്ട് ഇങ്ങനെ പോവാം ചിലപ്പോ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ചരിഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം. അങ്ങനെ വരുന്ന കേസിൽ അസിമെട്രിക്കൽ ആയിട്ടുള്ള അസിമെട്രിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസിന്റെ കേസിൽ നമുക്ക് മീഡിയനും മീനും മോഡും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതാണ് ഇത്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇത് സാധാരണ ഒരു ഡേറ്റയിൽ നമുക്ക് ജസ്റ്റ് ഫ്രീക്വൻസി കൂടിയ ഏതാന്ന് കണ്ടുപിടിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരികയാണെങ്കിൽ മോഡ് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഇക്വേഷൻ ഉണ്ട്. L പ്ലസ് എച്ച് ഇൻറ്റു F1 മൈനസ് F0 ബൈ F2 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. ഓക്കെ, സിമെട്രിക്കൽ റിലേഷനില് എല്ലാം 3 ഒന്നായിരിക്കുമോ? മീൻ, മീഡിയൻ, മോഡ്? 3 ഒന്നായിരിക്കും. അതായത് നമ്മൾ ആ ഒരു സിമെട്രിക്കൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അതിന്റെ സെന്റർ പോർഷനാണ് സാധാരണ എപ്പോഴും നമ്മൾ മീൻ വരുന്നത്. അവിടെ തന്നെ മീഡിയനും മോഡും എല്ലാം വരും. സിമെട്രിക്കലിന്റെ കേസിൽ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്, ആൻഡ് അത് സെന്റർ പോർഷനിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് മോഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇതിൽ എൽ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മോഡാൽ ക്ലാസ് ആണ്. അപ്പൊ മോഡാൽ ക്ലാസ് എന്ന് പറയുന്നത് വേറൊന്നും അല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, 0 to 5, 5 to 10, 10 to 15, 15 to 20, 20 to 25. ഇവിടെ 7, 9, 45, 30, 50, 50. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ്, ഇതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതാണ്? 45 ആണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആണ് മൊഡാൽ ക്ലാസ്. ആ മൊഡാൽ ക്ലാസ് 10 to 15 ആണെന്ന് വെച്ചാൽ അതിന്റെ ലോവർ ലിമിറ്റ് ആണ് L. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇനി F1ഉം F0യും F2 എന്താണെന്നുള്ളത് നോക്കാം. F1 എന്ന് പറയുന്നതാണ് നമ്മുടെ മൊഡാൽ ക്ലാസ്. ഓക്കെ, F1 ആണ് നടുക്ക്. അതിന് മുന്നേ ഒരു ക്ലാസ് ആണ്, 1ന് മുന്നേ 0 അല്ലേ, അതിന് ശേഷം ഒരു ക്ലാസ് ആണ്, 1ന് ശേഷം 2 ആണ്. അപ്പൊ F1 ആണ് മൊഡാൽ ക്ലാസ്, അതിന് മുന്നേ F0യും അതിന് ശേഷം F2. അപ്പൊ അതിന് മുന്നേ ഉള്ള ക്ലാസ് ഏതാണ്? ഇതാണ് അല്ലെ. അതിന്റെ ഫ്രീക്വൻസി F0 എന്ന് എടുക്കും. അതിന് ശേഷമുള്ള ക്ലാസ് ഇതിന്റെ ഫ്രീക്വൻസി F2 എന്ന് എടുക്കും. കാരണം എന്താ, ഇത് F1 ആയിട്ടാണ് നമ്മൾ എടുക്കും. അപ്പൊ എല്ലാ വാല്യൂസും ഇങ്ങനെ കിട്ടും. നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. H എന്ന് പറഞ്ഞ ക്ലാസിന്റെ വിട്ടാണ് 0 to 5, അതായത് ഇവിടെ 5 ആണ് വിട്ടായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് ജോമെട്രിക് മീൻ. ഇനി നമുക്ക് ജോമെട്രിക് മീനിന്റെ ഇക്വേഷനും ഹാർമോണിക് മീനിന്റെ ഇക്വേഷനും കൂടെ നോക്കിയാൽ മതി. എന്ന് നമുക്ക് MCQs ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അതിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ മാക്സിമം ചെയ്യണം കേട്ടോ. എല്ലാം എന്നെ റിലേ ചെയ്തിരിക്കരുത്, നിങ്ങളും കൂടെ സ്വയം ചെയ്ത് ആൻസേഴ്സ് പറയാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കട്ടെ. ഞാനിപ്പോ എപ്പോഴും എടുത്തെടുത്ത് ചോദിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളത് മടി കാണിക്കേ വേണ്ട. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ചോദിക്കുക കേട്ടോ. ജോമെട്രിക് മീൻ ഉണ്ട്. ജോമെട്രിക് മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ ഒബ്സർവേഷൻസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. X1, X2, X3 ഇങ്ങനെ കുറെ ഒബ്സർവേഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രോഡക്റ്റ് എടുക്കും നമ്മൾ. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രോഡക്റ്റ് എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ 5 നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രോഡക്റ്റിന് ഹോൾ റൈസ് ടു 1/5. ഇനി 6 നമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നതെങ്കിലോ ഹോൾ റൈസ് ടു 1/6. അതായത് നമ്മൾ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ എടുക്കും. എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നോ അതിന്റെ വെച്ചിട്ട് റൂട്ട് എടുക്കും. ഇപ്പൊ 3 നമ്പേഴ്സ് 3, 4, 5 അത്രയാണ് 3 നമ്പേഴ്സ് ആണ്. 3 into 4 into 5 into അതിന് ക്യൂബ് റൂട്ടിനകത്ത് എടുക്കും. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെയാണ് ജോമെട്രിക് മീൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ചില സമയങ്ങളിൽ സിംപ്ലിഫൈ ചെയ്യാറുണ്ട് നമ്മുടെ കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ 2 സൈഡ് ലോഗ് എടുക്കും. അപ്പോ
എക്സ് റൈസ് ടു എ എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന്റെ ലോഗ് എടുക്കുവാണെന്ന് വെച്ചോ, നമ്മൾ എക്സ് റൈസ് ടു എന്റെ ലോഗ് എടുക്കുവാണെങ്കിൽ ലോഗ് എക്സ് റൈസ് ടു എ എന്നുള്ളത് എ ലോഗ് എക്സ് എന്നാവും അല്ലെ. എ ഫ്രണ്ടിൽ വരും, ലോഗ് എക്സ് മാത്രമായിട്ടാവും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ അതേപോലെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ജി എന്നുള്ളത് ലോഗ് ജി ആവും, ഈക്വൽ ടു എക്സ് എക്സ് ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടലി എക്സ് ഐ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അല്ലെ, സിഗ്മ എക്സ് ഐ ഫ്രം 1 to n. ഒന്നുകൂടെ ഈ എക്സ് റേസ് ടു ലോഗ് എക്സ് അതൊന്നുകൂടെ പറയാമോ? പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എക്സിന്റെ മേളിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ, എക്സ് റൈസ് ടു ഈ വാല്യൂവിന്റെ ലോഗ് എനിക്ക് എടുക്കണം. ഓക്കെ, ഇത് ലോഗ് എടുക്കണം. ഇത് ലോഗറിതമിക് പ്രിൻസിപ്പിൾസ് ആണ്, അല്ലെങ്കിൽ ലോഗറിതമിന് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ചില എക്സ്പോണൻസ് എങ്ങനെയൊക്കെ നമ്മൾ മാറ്റാന്നുള്ള ചില ഐഡന്റിറ്റീസ് ഉണ്ടല്ലോ, അതിലൊരെണ്ണമാണ്. അപ്പോൾ ഈ ലോഗ് എക്സ് റൈസ് ടു ഒരു കോൺസ്റ്റന്റിന്റെ ലോഗ് എടുക്കുവാണെങ്കിൽ അതെങ്ങനെയാ മാറുന്നേ, ആ കോൺസ്റ്റന്റ് വാല്യൂ ഇവിടെ വരും, എന്നിട്ട് ലോഗ് എക്സ് വരും. അത്രേ ഉള്ളൂ. എക്സ് റൈസ് ടു എന്നുള്ളത് ലോഗ് എടുത്തു കഴിഞ്ഞാൽ എ ലോഗ് എക്സ് എന്നാവും. അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി വരുന്നത്. ലോഗ് ഓഫ് എക്സ് റൈസ് ടു എന്നുള്ളത് എ ലോഗ് എക്സ് എന്നാവും. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പോ നമ്മള് എന്താ പറഞ്ഞിട്ടുണ്ടേ, യെസ്, ഇവിടെ നമ്മൾ ലോഗ് എടുത്തു. അടുത്ത് ഇവിടെയാണ് നമുക്ക് ലോഗ് എടുക്കാനുള്ളത് അല്ലേ. ലോഗ് ഓഫ് x1 ഇൻറ്റു x2 ഇൻറ്റു എക്സ് അപ് ടു xn വരെ എടുക്കുമ്പോൾ ഹോൾ റൈസ് ടു 1/n അല്ലേ വരുന്നത്. ഇവിടെ ഹോൾ റൈസ് ടു 1/n ആണ് നടപ്പുള്ളത്. അപ്പൊ അതിന്റെ പവർ ഈ ലോഗ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് എക്സ് റൈസ് ടു എ എന്ന് പറയും പോലെയല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ ഭാഗം നമ്മുടെ ലോഗിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരും അല്ലേ. അപ്പൊ 1/n എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ വരും, ഇൻറ്റു ലോഗ് ഓഫ് x1 x2 xn അങ്ങനെ എല്ലാം പ്രോഡക്റ്റ് വരും. x1 ഇൻറ്റു x2 ഇൻറ്റു x3 ഇൻറ്റു അപ് ടു xn വരെ വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇതിന്റെ പ്രോഡക്റ്റിന്റെ ഓക്കെ, ലോഗ് ഓഫ് എ ബി സി ഡി ഇങ്ങനെ വരും. അടുത്ത അതൊരു ഐഡന്റിറ്റിയും കൂടിയുണ്ട്. അതായത് ലോഗ് ഓഫ് എ ഇൻറ്റു ബി എന്നുള്ളത് ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി. ഒരു സെക്കൻഡ് കേട്ടോ, ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു കോള് വരിക. ഓക്കെ, സോ നമ്മളിപ്പോ എഴുതിയത് ഇവിടെ 1/n ലോഗ് x1 x2 x3 അപ് ടു xn വരെ വരും. ഇനി ഇവിടെ ഒരു പ്രിൻസിപ്പിളും കൂടെ അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ലോഗ് ഓഫ് രണ്ട് നമ്പേഴ്സിന്റെ, ഇപ്പൊ എ ഇൻറ്റു ബി എന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ലോഗ് ഓഫ് എ ഇൻറ്റു ബി ആണെങ്കിൽ അതിന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുകളിലത്തെ ഇക്വേഷൻ എങ്ങനെ മാറും, ലോഗ് ജി ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു log of x1 plus log of x2 up to log of xn വരെ പോകും. ഓക്കെ, ഇവിടെ ഐ ആ കൊടുത്തിരിക്കുന്ന. ഓക്കെ, n വരെ പോകും. ഇനി 1/n ഇതിനെ ഞാൻ കുറച്ചുകൂടെ സമ്മേഷൻ ആയിട്ട്, ഇപ്പൊ log x1 log x2 log x3 ഇതിനെ ഞാൻ ഇതിന്റെ എല്ലാം സമ്മല്ലേ എടുത്തിരുന്നത്. അപ്പൊ സമ്മേഷൻ ആക്കിയാണ് സമ്മേഷൻ ഓഫ് log of xi. അവിടെ ഐ എന്ന് പറയുന്നത് 1 തൊട്ട് n വരെ പോകും അല്ലേ. അപ്പൊ i is equal to 1 to n. ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ. ഇനി ഈ ലോഗ് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പോൾ അത് ആന്റി ലോഗ് ആയിട്ട് മാറും, ആന്റി ലോഗ് ഓഫ് ഈ ഒരു ഹോൾ ടേം വരെ. ഇത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടേഷൻ പ്രിൻസിപ്പിൾ ആണ്, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പക്ഷെ നമ്മൾ മാത്സ് പഠിക്കുന്ന ഒരു ഇതുള്ളതുകൊണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ ലോഗരിതമും ഒക്കെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ കാൽക്കുലേഷൻസിൽ ആവശ്യം വരും. സോ അതൊന്നും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇതാണ് ജോമെട്രിക്കൽ മീനിന്റെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഈ പൈ എന്ന സിമ്പിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സമ്മേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ എക്സ് ആണ് ഉണ്ടായിരുന്നത്, സിഗ്മ ഇവിടെ നോക്കിക്കാൻ നമ്മൾ വാല്യൂ x1 x2 xn മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇനി നമുക്ക് എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അതായത് ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. x1 ഒരു ഫ്രീക്വൻസി പറഞ്ഞോളൂ. തൊട്ടുമ്പത്തെ ആന്റി ലോഗ് എന്ന് പറഞ്ഞ കിടക്കുന്നത്.
അതെന്ന് നമ്മൾ ലോഗ് ഇവിടെ ലോഗ് മാറ്റാനായിട്ട് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ലോഗ് ഇൻവേഴ്സ് എന്നൊരു സംഭവം ഇല്ല. നമുക്ക് ഇത് പോകണമെങ്കിൽ ആന്റി ലോഗ് ആക്ച്വലി കാൽക്കുലേറ്ററിലൊക്കെ ഉണ്ട് ആന്റി ലോഗ് എടുക്കാൻ പറ്റും. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആന്റി ലോഗ് എടുക്കുന്നത്. ആക്ച്വലി അതിന് കാൽക്കുലേറ്റർ ഒക്കെ വേണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. പക്ഷെ ഞാൻ ഈ ലോഗിന്റെ കാൽക്കുലേഷൻ ഒക്കെ ഇപ്പൊ ഈ ലോഗിന്റെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ, ലോഗ് ഓഫ് എക്സ് റൈസ് ടു എ എന്നുള്ളത് എ ലോഗ് എക്സ് എന്നും ലോഗ് ഓഫ് എ ഇൻറ്റു ബി എന്നുള്ളത് ലോഗ് ഓഫ് എ പ്ലസ് ലോഗ് ഓഫ് ബി, ഈ രണ്ട് കാര്യങ്ങളും പഠിച്ചില്ലേ? ഇത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എവിടെയെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ് വരാൻ പറ്റുന്ന ഐഡന്റിറ്റീസ് ആണ്. ഓക്കെ, അല്ലാതെ ഈ ആന്റി ലോഗ് ഒന്നും യൂസ് നിങ്ങൾക്ക് തന്നെ വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ആന്റി ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കാൽക്കുലേറ്ററിൽ. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ സയന്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അത് ഏത് ബട്ടൺ ആണെന്നുള്ളത് കേട്ടോ. എനിക്കത് എന്താ എഴുതിയിരിക്കുന്നത് ഇപ്പൊ കറക്റ്റ് ഓർമ്മയില്ല. ആന്റി ലോഗ് കണ്ടോ എഴുതിയിട്ടുണ്ട് അതില്. അപ്പൊ അത് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് X1, X2, X3 എന്ന് പറയുന്ന ഡേറ്റ പോയിന്റ്സിനാണ്. അപ്പൊ അത് പോയിട്ട് ഇപ്പൊ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. F1, F2, F3 അങ്ങനെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോമെട്രിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ X1 ഇൻറ്റു X2 ഇൻറ്റു X3 അപ് ടു Xn പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ഹോൾ റൈസ് ടു 1/n ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ X റൈസ് ടു F കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, X റൈസ് ടു F ഇൻറ്റു X1 റൈസ് ടു F1, X2 റൈസ് ടു F2, X3 റൈസ് ടു F3, ഇങ്ങനെ പോകും. ഓക്കെ, ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ജസ്റ്റ് ഒന്ന് നമ്മളിപ്പം മീനിന് ദൂരെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചില്ല, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷനിൽ എക്സിന് പകരം X റൈസ് ടു F വരും. അപ്പോൾ എന്നിട്ട് ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലോഗ് എടുക്കുക. ലോഗ് എടുത്തിട്ട് നമ്മൾ ആന്റി ലോഗ് എടുക്കുന്ന ആ ഒരു സംഭവമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആകെ വരുന്ന ഒരു ചേഞ്ച് എക്സിന് പകരം X റൈസ് ടു F നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്, നമ്മൾ സമ്മേഷൻ അല്ല, ഈ പ്രോഡക്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിനെ ഉദ്ദേശിക്കുകയാണ്. X1 ഇൻറ്റു X2 ഇൻറ്റു X3 എന്ന് പറഞ്ഞാൽ X1 റൈസ് ടു F1 ഇൻറ്റു X2 റൈസ് ടു F2, അങ്ങനെ അങ്ങനെ ചെയ്യും. ഓക്കെ, എന്നിട്ട് നേരത്തെ പറഞ്ഞ ലോഗും ആന്റി ലോഗും എടുക്കുന്നതാണ്. ഇത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി കണ്ടിന്യൂസ് ഡേറ്റ, അതായത് ഗ്രൂപ്പ് കണ്ടിന്യൂസ് ഡേറ്റ പറഞ്ഞില്ല, 0 to 10, 10 to 20, 20 to 30, ഈ കേസിലാണെങ്കിൽ എക്സ് നമ്മൾ എന്തായിട്ട് എടുക്കും? മിഡ് വാല്യൂ ആയിട്ട് എടുക്കും. ഈ ക്ലാസിന്റെ മിഡ് വാല്യൂ ആയിട്ട് എടുക്കും. ഓക്കെ, സോ ഇതാണ് ജോമെട്രിക് മീൻ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ പ്രോബ്ലംസിൽ യൂസ് ചെയ്ത് കണ്ടുവരുന്നത് കേട്ടോ. വേറെ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഉപയോഗം വരത്തില്ല. ഈ ഒരു ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. പിന്നെ ഒരു ഇതുണ്ട്, കമ്പൈൻഡ് ജോമെട്രിക് മീൻ എന്നുണ്ട്. കമ്പൈൻഡ് ജോമെട്രിക് മീൻ വരുമ്പോൾ രണ്ട് സീരീസ് ഓഫ് ഡേറ്റ ഉണ്ട്. രണ്ട് സീരീസ് തന്നിട്ടുണ്ട്. ആദ്യത്തെ സീരീസിന്റെ ജോമെട്രിക് മീൻ G1, രണ്ടാമത്തെ G2. അതുപോലെ തന്നെ ആദ്യത്തെ സീരീസിൽ എത്ര ഡേറ്റ പോയിന്റ്സ് ഉണ്ടെന്നുള്ളത് തന്നിട്ടുണ്ട്, N1. സെക്കൻഡ് ഡേറ്റ സെറ്റിൽ N2 ഡേറ്റ പോയിന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സീരീസിനെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ പുതിയൊരു ജോമെട്രിക് മീൻ കിട്ടില്ലേ, അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. ലോഗ് ഓഫ് ജി, അതായത് പുതിയ കമ്പൈൻഡ് മീൻ എന്നുള്ളത് N1 ലോഗ് G1 പ്ലസ് N2 ലോഗ് G2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്രീക്വൻസി, അതായത് N1 പ്ലസ് N2. ഇങ്ങനെയാണ് ആ റിലേഷൻ. അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ ഹാർമോണിക് മീനും. ഓക്കെ, രണ്ട് സ്ലൈഡും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ മാത്സ് ക്ലാസ് പോലെ ഒരുപാട് തിയറി ഇപ്പൊ പോയി എന്നറിയാം. ബട്ട് കുറച്ചൊന്ന് പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഹാർമോണിക് മീനിന്റെ ഇക്വേഷൻ കൂടെ ഞാൻ വേഗം ഒന്ന് പറയും. ഇവിടെ ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഒരു X1, X2 നേരത്തെ പറഞ്ഞ പോലെ കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് എത്ര ഡേറ്റ പോയിന്റ്സ് ഉണ്ട്? N വരെ ഉണ്ട് അല്ലെ. അപ്പൊ N ഡിവൈഡഡ് ബൈ എല്ലാ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എടുക്കാം. 1/x1, 1/x2 അതെടുത്തിട്ട് ആഡ് ചെയ്യുക. 1/x1 പ്ലസ് 1/x2 പ്ലസ് 1/x3 അപ് ടു 1/xn. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസിയും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ 1 കിടക്കുന്നിടത്തൊക്കെ F ആക്കി കൊടുക്കുക. F1, F2, F3, F4. എന്നിട്ട് N എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി ആയിരിക്കും എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് N is equal to sigma F. ഓക്കെ, ഇങ്ങനെയാണ് ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ ഹാർമോണിക് മീനിൽ നമ്മൾ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ടാണ്
കണ്ടുപിടിക്കുന്നത്. ബാക്കി എല്ലാവരും നമ്മൾ സമ്മേഷൻ എടുത്തു, ജോമെട്രിക് മീനിൽ പ്രോഡക്റ്റ് എടുത്തു, ഹാർമോണിക് മീനിൽ വന്നപ്പോൾ റെസിപ്രോക്കലിന്റെ സം എടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കാം. ആക്ച്വലി ഈ സ്ലൈഡ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, കാരണം ഇതിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മാത്രമല്ല ഡിസ്പെർഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡിസ്പെർഷനും കൂടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇനി നമുക്കൊരു ഐ തിങ്ക് ഒരു 30-40 ക്വസ്റ്റ്യൻ, സിമ്പിൾ ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമുക്ക് ഒരു MCQ ചെയ്യാനുണ്ടായി. ഒരു 40 ക്വസ്റ്റ്യനോളം നമുക്കിനി ചെയ്യാനുണ്ട്. പക്ഷെ 40 കേട്ട് പേടിക്കണ്ട, ബിക്കോസ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഇടയ്ക്ക് ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകുമ്പോൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്, ചില പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കുറച്ചുകൂടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മീഡിയം മോഡ്, ജോമെട്രിക് മീനും ഹാർമോണിക് മീനും വെച്ചിട്ടുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഉത്തരം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ചാറ്റ് ബോക്സിൽ ഇടാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ ചോദിക്കാം. അപ്പൊ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ എഴുതി സോൾവ് ചെയ്ത് കൂടെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവർ കൂടെ ചെയ്തു പോവാ, അറിയാന്നുള്ളവർ ചെയ്തിട്ട് പറയാം കേട്ടോ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് 5, ഓപ്ഷൻ എ അതെ 140 ആണ്. യെസ്, 140 ആണ് റൈറ്റ് ആൻസർ. യെസ്, സിമ്പിൾ ആണ് അല്ലെ. മീൻ മീഡിയം മോഡൊക്കെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചതാണ്. പിന്നെ നിങ്ങളുടെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ഇതായതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആയിട്ട് സിമ്പിൾ ആയിട്ട് ബേസിക്സിലെ പോയത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാത്സ് നല്ല ഗ്രിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ്. പക്ഷെ ഇൻ കേസ് മാത്സിൽ കുറച്ച് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് കുറച്ച് സ്ലോയിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ഓഫ് 5 നമ്പേഴ്സ് ഇസ് 28. ഏതൊക്കെ 5 നമ്പേഴ്സ്? x1, x2, x3, x4, x5, ഇങ്ങനെ 5 നമ്പർ ഉണ്ട്. ഇതിന്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 28 എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ നമ്പേഴ്സിന്റെ സം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് അരിത്തമെറ്റിക് മീനിന്റെ ഇക്വേഷൻ നമുക്ക് അറിയണം. അപ്പൊ അരിത്തമെറ്റിക് മീൻ എന്തെന്ന് തന്നിട്ടുണ്ട്? 28 എന്ന് തന്നിട്ടുണ്ട്. 5 നമ്പേഴ്സ് എന്നും തന്നിട്ടുണ്ട്. 5 നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എത്രയാണ്? 5. സം ഓഫ് നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് നമ്പേഴ്സ് എത്രയെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ എന്താണ്? അരിത്തമെറ്റിക് മീൻ ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n അല്ലേ. അപ്പൊ അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. 28 is equal to sum divided by 5. Sum is equal to 28 into 5, which is equal to 140. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ. ഏതെങ്കിലും ഇപ്പൊ ഈസി ആണെന്ന് ഞാൻ പറഞ്ഞാലും ആർക്കെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടത്തില്ല. കിട്ടാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങളെ പോലെ മടി കാണിച്ചിരിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് വൺ മീഡിയൻ ആണ്. മീഡിയൻ ഓഫ് ദ ഡേറ്റ സെറ്റ് 73851210 ഈസ്. മീഡിയൻ എന്താണ്? ഫസ്റ്റ് നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ആദ്യം ഓർഡർ ആക്കണം അല്ലെ. അപ്പൊ ഒരു ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതിനെ ഒരു അസെൻഡിങ് ഓർഡറിലാക്കുവാണ്. 3 7 3 5 3 5. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 4 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നടുക്ക് നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ മീഡിയൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ 2 നമ്പേഴ്സിന്റെ ആവറേജ് എടുക്കുന്നതാണ് അല്ലെ. അതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 7 + 8 ഡിവൈഡഡ് ബൈ 2, വിച്ച് ഈസ് 15/2 ഈക്വൽ ടു 7.5 അല്ലെ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ ഡി 7.5. ഓക്കെ, ആരൊക്കെയോ ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും നോട്ട് ചെയ്യാതെ കേട്ടോ. നിങ്ങൾ ചെയ്ത ആൻസേഴ്സ് പറഞ്ഞോളൂ. ഓക്കെ, ഇഫ് എ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ, റിലേഷൻഷിപ്പ് എമംഗ് മീൻ മീഡിയൻ മോഡ്, ഇത് പറഞ്ഞ ഏതാണ് ആൻസർ വരുന്നത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി അല്ലേ. അതെ, യെസ് യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആണ് വരുന്നത് അതല്ലേ, സിമെട്രിക്കൽ വരുമ്പോൾ. അതേസമയം അസിമെട്രിക് വരുമ്പോഴത്തേക്ക് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ആർക്കെങ്കിലും പറയാവോ? പറഞ്ഞോളൂ. ഗ്രേറ്റർ ദാൻ മോഡ് എ അല്ലേ മാഡം? ഹലോ, അല്ല, നമ്മൾ അത് ഒരു റിലേഷൻ ഉണ്ടായിരുന്നില്ലേ, ഒരു ഇക്വേഷൻ പോലെ, അതാ ഞാൻ ചോദിച്ചത്.
3 median minus 2 mean equal mode. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ 3 മീഡിയൻ മൈനസ് 2 മീൻ ഈസ് ഈക്വൽ ടു മോഡാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് എന്നല്ലേ, അത് മൈനസ് ആണ് ഇട്ടിരിക്കുന്നത്. മനസ്സിലായില്ല, മൈനസോ? കറക്റ്റ് ആണല്ലോ, ഞാൻ എന്തായാലും നോട്ട് ചെയ്യും. കണ്ടില്ലായിരുന്നു മേഡം, കണ്ടില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ആ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോഴുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്ര വിസിബിൾ ആകണമെന്നില്ല കേട്ടോ. നെക്സ്റ്റ് മോഡ് കണ്ടുപിടിക്കാനാണ്. മോഡ് എന്താണ്? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളതാണ് അല്ലെ മോഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഏതാണുള്ളത്? ഏറ്റവും കൂടുതൽ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്? അതെ, ഓപ്ഷൻ B6 ആണ് റൈറ്റ് ആൻസർ. മീൻ ഓഫ് എ ഫ്രീക്വൻസി. ഹലോ, എന്തോ? ഒന്നിൽ കൂടുതൽ ഡാറ്റ ഒരേ ഫ്രീക്വൻസിയിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി. ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടെ പറയാവോ? അതായത് ഇപ്പൊ നേരത്തെ 6 3 ടൈംസ് ഉണ്ടായിരുന്നല്ലോ, വേറെ ഏതെങ്കിലും ഒരു ഡാറ്റ കൂടി അതേ നമ്പർ ഓഫ് ടൈംസ് വന്നാൽ അതാണ് ഹയസ്റ്റ് എങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെയാണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നാമത്തെ കേസ് വരത്തില്ല. പിന്നെ അങ്ങനെ ആക്ച്വലി മോഡ് നമുക്ക് ഒരെണ്ണമായിട്ടല്ലേ പിക്ക് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല അവര്. അപ്പൊ ജനറലി ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടാവാറുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചാലഞ്ച് ചെയ്യാൻ പറ്റും, അത് ക്വസ്റ്റ്യന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് 25. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് ഓർക്കുക. അപ്പൊ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയാണെങ്കിൽ മീൻ തന്നിട്ടുണ്ട്. മീൻ ഇസ് ഈക്വൽ ടു 25 സം ഓഫ് ഫ്രീക്വൻസീസ്. സം ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? സം ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് എന്താണ്? അതെ, എൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. ഓക്കെ, 50. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഒബ്സർവേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സം ഓഫ് ഒബ്സർവേഷൻസ് ഈക്വൽ ടു മീൻ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ എൻ അല്ലേ. ഈ സം എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻസ് ആണ് അല്ലേ, വിച്ച് ഇംപ്ലൈസ് സം ഈസ് ഈക്വൽ ടു 25 into 50 അല്ലേ, വിച്ച് ഇസ് 1250. ഓപ്ഷൻ എ. ഓക്കെ, ആരെങ്കിലും? അതെ, ഓപ്ഷൻ എ ആണ്. യെസ്, 1250. യെസ്. Which measure of central tendency is most appropriate for a skewed distribution? നമുക്കൊന്ന് ആലോചിച്ചിട്ട് പറയാൻ പറ്റുമോ? സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് കൂടുതൽ ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മൾ സിമെട്രിക്കൽ ആയിരിക്കില്ല, ഏതെങ്കിലും റൈറ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ടോ കൂടുതൽ പോയിന്റ്സ് ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവും, മറ്റേ സൈഡിൽ വളരെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്ട്രീം വാല്യൂസ് വരുമ്പോൾ അഫക്റ്റ് ആകാത്ത സെൻട്രൽ ടെൻഡൻസി ഏത്? അപ്പൊ ഇതിന്റെ ആൻസർ വന്നിട്ട് മീഡിയൻ ആണ്. ഓക്കെ, നമുക്കിപ്പോ മോഡല്ല, മീഡിയൻ ആണ് കേട്ടോ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒരു ഗ്രാഫ് റൈറ്റ് സ്ക്യൂഡും ലെഫ്റ്റ് സ്ക്യൂഡും ഇപ്പൊ ഡേറ്റ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു സൈഡിലോട്ടായിരിക്കും പോയിന്റ്സ് കൂടുതൽ അല്ലേ, ഇവിടെയും ഈ സൈഡിലോട്ടാണ് പോയിന്റ്സ് കൂടുതൽ. അപ്പം ഈ വാല്യൂസ് എന്ന് പറഞ്ഞാൽ പല വാല്യൂസും വരും. അപ്പൊ മോഡ് എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ചിലപ്പോൾ ഇവിടെ എല്ലാം ഡിഫറെന്റ് പോയിന്റ്സ് ആണെങ്കിൽ മോഡ് ചിലപ്പോൾ ഇവിടെയും വരാം അല്ലെ, പറയാൻ പറ്റത്തില്ല, മാറിയും തിരിഞ്ഞൊക്കെ വരാം. അതായത് ഏറ്റവും കൂടുതൽ റെപ്പിറ്റീഷൻ വരുന്ന നമ്പർ ചിലപ്പോൾ ഈ സൈഡിൽ വന്നൂടെ വരാം. അപ്പോ എക്സ്ട്രീം വാല്യൂസ് ആക്ച്വലി വെച്ച് നമുക്ക് മോഡ് ആ ഒരു ഇതിനെ എന്താ പറയാ, ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി ആവറേജ് ആണെങ്കിലും ആവറേജ് നമ്മൾ എല്ലാ പോയിന്റും എടുക്കും, അത് എവിടെ കിടക്കുന്ന പോയിന്റ് ആണെങ്കിലും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോ ഇപ്പൊ ജസ്റ്റ് ചിന്തിക്കുക, ഇവിടെ ഇപ്പൊ ഒരു 2-3 വാല്യൂസ് ഉള്ളു, ഇപ്പൊ 1 2 3 എന്ന് പറഞ്ഞ വാല്യൂസ്, ഇവിടെ ഒരു 10-20 വാല്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടത്തേക്ക് ഒരു വെയിറ്റേജ് കൂടുതൽ വരും
അല്ലെ? കാരണം ടോട്ടൽ സമ്മില് വലിയൊരു ഭാഗവും ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ അരിത്തമെറ്റിക് മീനും ഇങ്ങോട്ട് കുറച്ച് ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ ആ ഒരു ബയസിങ് നമുക്ക്, അതായത് ആ ഒരു സ്ക്യൂനെസ് വെച്ചിട്ട് അത് ഒരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ മീഡിയൻ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം വരിക? മീഡിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഡേറ്റയുടെ മിഡ് പോയിന്റിലേക്കാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വാല്യൂ, ഇവിടെ ഒരു വാല്യൂ. പക്ഷെ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ നടുക്കോട്ട് തന്നെ വരും അല്ലെ? ഒരു സൈഡിലേക്ക് അത് ഓവറായിട്ട് ഇൻക്ലൈൻഡ് ആകത്തില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ, സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും എക്സ്ട്രീം വാല്യൂസ്, അതായത് ചെറിയ വാല്യൂ അല്ലെങ്കിൽ ഭയങ്കര വലിയ വാല്യൂസും ഉണ്ട്, മീഡിയൻ ഒരുപാട് അഫക്റ്റ് ആകത്തില്ല. പക്ഷെ മോഡും അരിത്തമെറ്റിക് മീനും ഒക്കെ അഫക്റ്റ് ആവും. ജോമെട്രിക് മീനും, കാരണം ജോമെട്രിക് മീനൊക്കെ തന്നെ പ്രോഡക്റ്റ് എടുത്ത് പോകുമ്പോഴത്തേക്കും പിന്നെ അങ്ങ് വലിയ വാല്യൂസ് ഒക്കെ ആയിപ്പോകും എക്സ്ട്രീം വാല്യൂസ് വരുമ്പോൾ. അപ്പൊ ഇവിടെ ആകെ അഫക്റ്റ് ആകാത്തത് മീഡിയൻ മാത്രം. ഇപ്പൊ ഇതൊരു പ്രോപ്പർട്ടി പോലെ തന്നെ ഓർത്ത് വെച്ചിരിക്കുക. സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ ഓഫ് സെന്റർ ടെൻഡൻസി എന്ന് പറയുന്നത് മീഡിയൻ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. Okay, the mode of class intervals with frequencies is in which interval? അതായത് മോഡ് ഓഫ് ക്ലാസ് ഇന്റർവെൽസ്, അതായത് മൊഡാൽ ക്ലാസ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പറയാൻ പറ്റും? അല്ലെങ്കിൽ പറഞ്ഞോ? അതോ സി, ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 20 to 30. അതെ, ആര് പറഞ്ഞായിരുന്നു? എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. 20 എന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഇപ്പൊ 20 to 30 ആണ് പറഞ്ഞെങ്കിൽ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ അതെങ്ങനെ നോക്കാം? നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുവാണ്. 10 to 20, 20 to 30, 30 to 40 ആൻഡ് 40 to 50 അല്ലേ? ഇതിന്റെ ഫ്രീക്വൻസീസ് വന്നിട്ട് 5, 15, 25, 10 പിന്നെ 5 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് ഫ്രീക്വൻസി ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? ഇതാണ് അല്ലെ, 25 ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആണ് നമ്മുടെ മോഡൽ ക്ലാസ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. 20 to 30 ആണ് നമ്മുടെ ക്ലാസ്, മോഡ് ഓഫ് ക്ലാസ് ഇന്റർവെൽസ്. ഓക്കെ, ക്ലാസ് ഇന്റർവെൽസിൽ മോഡ് ഏതിനാണ്? 20 to 30 ആണ്. അതിൽ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് 20 to 30 ആണ്. മനസ്സിലായല്ലോ? ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയൂ. പറഞ്ഞു. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വന്നത് മോഡ് ഓഫ് ക്ലാസ് ഇന്റർവെൽസ്, അതായത് നമുക്ക് കുറച്ച് ക്ലാസ് ഇന്റർവെൽസ് തന്നിട്ട് 0 to 10, 10 to 20, 20 to 30 അങ്ങനെ തന്നിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ഇവിടെ എന്താണ് ടാബുലർ ഫോമിലോട്ട് എഴുതിയിരിക്കണം. അപ്പൊ ഇവിടെ മോഡ് ഓഫ് ദി ക്ലാസ് ഇന്റർവെൽസ്, ഈ തന്നിട്ടുള്ള ക്ലാസ് ഇന്റർവെൽസിന്റെ മോഡ്, ഈ ക്ലാസ് ഇന്റർവെൽസിന്റെ മോഡ് ഏതെന്നാണ് ചോദിച്ചത്. അപ്പൊ ക്ലാസ് ഇന്റർവെൽസിന്റെ മോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൊഡാൽ ക്ലാസ് ആണ്. ഓക്കെ, മൊഡാൽ ക്ലാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി സൈഡ് നോക്കാം. ഫ്രീക്വൻസി സൈഡിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏതാണ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി എവിടെയാണ് വന്നിട്ടുള്ളത്, ആ ക്ലാസ് ആണ് നമ്മൾ മൊഡാൽ ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 25 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് ആണ് മൊഡാൽ ക്ലാസ് വരുന്നത്, which is 20 to 30. മനസ്സിലായത്? ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ. Next question, if the arithmetic mean of n numbers is x, okay, n numbers ഉണ്ട് and arithmetic mean x ആണെങ്കിൽ what will be the new mean if each observation is increased by a constant c? അപ്പൊ ഇവിടെ ആക്ച്വലി നേരത്തെ നമ്മൾ ആ കണ്ട ഒരു ടേബിൾ പഠിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർക്കാം. അപ്പൊ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ്, ഇത് നിങ്ങൾ നോട്ട് ചെയ്യട്ടെ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതില് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അരിത്തമെറ്റിക് മീനും മീഡിയനും മോഡും മാത്രം ഓർത്താൽ മതി കേട്ടോ. ഈ 3 ഓർത്താൽ മതി. ഇതില് നമ്മളിപ്പോ കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടാവുമല്ലോ, x1, x2, x3, x1. അതിലേക്ക് നമ്മളിപ്പം എല്ലാ വാല്യൂസിലേക്കും നമ്മൾ ഓരോ ഫോർ എക്സാമ്പിൾ x1, x2, x3, x4 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിലേക്ക് എല്ലാ വാല്യൂസിലും ഞാനൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ, അതായത് x1 പ്ലസ് സി, x2 പ്ലസ് സി ഒരുപോലെ എല്ലാത്തിലും ആഡ് ചെയ്യുവാണേ. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ അരിത്തമെറ്റിക് മീൻ എങ്ങനെയാവും? അരിത്തമെറ്റിക് മീന് ചേഞ്ച് ആവത്തില്ല, കാരണം ഇതിനകത്തുള്ള വാല്യൂസ് മാറിയില്ല. അപ്പൊ വാല്യൂസ് മാറുമ്പോൾ അരിത്തമെറ്റിക് മീൻ ഒബ്വിയസ്ലി ചേഞ്ച് ആവും. അപ്പൊ ഇനിഷ്യലി അരിത്തമെറ്റിക് മീൻ AM ആയിരുന്നെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു സി എന്ന വാല്യൂ ആഡ് ആവും. അല്ലാതെ നമ്മൾ ഇനി ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പഴയ അരിത്തമെറ്റിക് മീനിന്റെ കൂടെ സി ആഡ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെയാണ് x1 മൈനസ് സി, സബ്ട്രാക്ഷൻ ആണ് വരുന്നെങ്കിലോ
സെയിം അരിത്തമെറ്റിക് മീൻ മൈനസ് സി വരും. അതുപോലെ തന്നെ പ്രോഡക്റ്റും ഡിവിഷനും ഇത് വരുമ്പോഴും എന്താണ് അരിത്തമെറ്റിക് മീൻ ഇൻടു സി, ഇവിടെ അരിത്തമെറ്റിക് മീൻ ഡിവൈഡഡ് ബൈ സി. അപ്പോൾ ഇതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഈ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആഡ് ആവുകയോ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ടു ഓൾ ദി എക്സ് വാല്യൂസ്, എല്ലാ എക്സ് വാല്യൂസിലും നമ്മൾ ആഡ് ചെയ്യണം ഒരുപോലെ, അതിനെ നമ്മൾ ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയും. ചേഞ്ച് ഓഫ് ഒറിജിൻ, അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ നമ്മൾ ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയും. ഇനി അതേസമയം മൾട്ടിപ്ലിക്കേഷൻ ഓർ ഡിവിഷൻ ഇതിന് നമ്മൾ ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയും. ഈ ടേംസ് ഓർത്ത് വെച്ചിരിക്കുക, ചേഞ്ച് ഓഫ് സ്കെയിലും ചേഞ്ച് ഓഫ് ഒറിജിനും. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ഓർക്കാൻ എളുപ്പമാണ്. അരിത്തമെറ്റിക് മീനും മീഡിയൻ മോഡും ആകട്ടെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് അരിത്തമെറ്റിക് മീൻ മാത്രമേ എഴുതുള്ളൂ. മീഡിയൻ ആണെങ്കിലും മോഡിനാണെങ്കിലും എല്ലാത്തിനും ഇതാണ്. എല്ലാ വാല്യൂസിലും എല്ലാ ഡേറ്റ പോയിന്റ്സിലും നമ്മൾ സി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ മെഷറിൽ നിന്നും സി ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുക. മീഡിയൻ ആണെങ്കിൽ മീഡിയൻ പ്ലസ് സി, മോഡാണെങ്കിൽ മോഡ് പ്ലസ് സി. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ റിഫ്ലക്ട് ആവും. അല്ലാതെ നമ്മൾ ഇനി ഓരോന്നും എഴുതി പുതിയ വാല്യൂ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മുടെ ആ പഴയ മെഷർ വാല്യൂകളിൽ നമ്മൾ അഡീഷണൽ സബ്ട്രാക്ഷൻ ജസ്റ്റ് അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഇതൊന്ന് പറയാൻ പറ്റുമോ? ഇത് അരിത്തമെറ്റിക് ഓപ്ഷൻ എ, അതെ ഓപ്ഷൻ എ ആണ് എക്സ് പ്ലസ് സി അല്ലേ. അപ്പൊ നമ്മുടെ കയ്യിൽ n നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ആണ്. അപ്പൊ എക്സ് ആണ് നമ്മുടെ അരിത്തമെറ്റിക് മീൻ എന്നുള്ളത്. ആൻഡ് വി ഹാവ് n നമ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ വാട്ട് വിൽ ബി ദ ന്യൂ മീൻ ഇഫ് ഈച്ച് ഒബ്സർവേഷൻ ഇസ് ഇൻക്രീസ്ഡ് ബൈ കോൺസ്റ്റന്റ് സി. അപ്പൊ എല്ലാത്തിലും നമ്മൾ ഒരു കോൺസ്റ്റന്റ് സി ആഡ് ചെയ്യുകയാണെങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്താവും? എക്സ് പ്ലസ് സി ആവും അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ.